കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 2 ദിനരാത്രങ്ങളിലായി അനുഷ്ഠിച്ചു വന്ന ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാശിയിൽ നിന്ന് കന്യാകുമാരിയിലെത്തി നടത്തിയ 45 മണിക്കൂർ ധ്യാനം രാജ്യാന്തര ശ്രദ്ധ നേടിയിരുന്നു. തമിഴ് സാഹിത്യ ഇതിഹാസം തിരുവള്ളുവരുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി തമിഴകത്ത് നിന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് മടങ്ങിയത്. ഏകതയാത്രയുടെ ഭാഗമായി 1991 വിവേകാനന്ദ പാറയിലെത്തിയ നരേന്ദ്രമോദി 33 വർഷങ്ങൾക്കു ശേഷം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്ന് മടങ്ങുമ്പോൾ രാജ്യം കാതോർക്കുന്നത് പുതിയൊരു യുഗപ്രഭാവത്തിനാണ്. വിവേകാനന്ദ പാറയിൽ നിന്നും സൂര്യഭഗവാനെ കണ്ടുതൊഴുതും രുദ്രാക്ഷമാലയുമായി ഓംകാരം ജപിച്ചും കന്യാകുമാരി ദേവിയെ വണങ്ങുകയും ചെയ്ത രാജ്യത്തിന്റെ പ്രധാന സേവകൻ തൂവള്ള വസ്ത്രം ധരിച്ച് വ്യാഴാഴ്ച ധ്യാനത്തിനായി എത്തി. പിന്നീട് കാവ്യവസ്ത്രത്തിൽ മടങ്ങുന്നതിന് തൊട്ടുമുമ്പ് തിരുവള്ളൂരുടെ പ്രതിമയ്ക്കു മുന്നിലും പ്രധാനമന്ത്രിയുടെ ആദരം. സുരക്ഷാ സേനയുടെ അകമ്പടിയോടെ വിവേകാനന്ദ പാറയിൽ നിന്നും ബോട്ട് മാർഗം കരയിലെത്തി പ്രധാനമന്ത്രി. അവിടെ നിന്നും കന്യാകുമാരിയിലെ ഹെലിപ്പാഡിലേക്ക്, അവിടെ നിന്നും പറന്നുയർന്ന് 2 ഹെലികോപ്റ്ററുകളുടെ അകമ്പടിയോടെ 3:55 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയത് പ്രത്യേക വിമാനത്തിൽ. 33 വർഷങ്ങൾക്കു ശേഷം 3 സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഈ കന്യാകുമാരിയിൽ 3 നാൾ രാജ്യത്തിന്റെ പ്രധാന സേവകൻ തപസ്സിരിക്കുമ്പോൾ അത് 3-ാം ഊഴത്തിലേക്കുള്ള തുടക്കം കുറിക്കുക തന്നെയാണ്. കന്യാകുമാരിയിൽ നിന്നും ക്യാമറമാൻ അനൂജ് ആനാവൂരിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.